ഒരു ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് മാറിയിട്ട് ഒരു ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ഭരണഘടനയെ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് രാജ്യം മാറുകയാണ്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രയത്നങ്ങൾക്ക്, നമ്മളുടെ ദുആകൾക്ക്, നമ്മൾ ചെയ്ത ഓരോ നമ്മൾ ചെയ്ത ഓരോ വോട്ടുകളും അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അതൊന്നും പാഴായി പോയില്ല എന്ന സന്തോഷം ഓരോ വോട്ടർമാർക്കുമുണ്ട്. കാരണം എന്താ, അത് കൃത്യമായിട്ടാണ് വിനിയോഗിക്കപ്പെട്ടത് എന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരു കുളിർമ നമ്മുടെ മനസ്സുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇത് ഒരു സമൂഹം എന്ന് പറയുന്നത് കേവലം ഒരു ന്യൂനപക്ഷമല്ല. ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇവർ ഭൂരിപക്ഷത്തെ അടക്കി നിർത്താൻ കഴിയുന്ന, അവരുടെ വിരൽത്തുമ്പിലൂടെ ഒരു വോട്ടിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ചലനങ്ങൾ മാറ്റി എഴുതാൻ കഴിയുന്ന ഒരു സമൂഹമാണെന്ന അവർക്കുണ്ടായിട്ടുണ്ട്. നമുക്കും ആ തിരിച്ചറിവുണ്ടാകുന്നത്. നമ്മളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വോട്ടാണ് എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് എങ്ങനെയാകണം, ആര് ജയിക്കണം വേണ്ടെന്നുള്ളത്, അല്ലേ? അതിപ്പോ ആര് ജയിച്ചാലും, ഏത് പാർട്ടിക്കാരൻ ജയിച്ചാലും ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് തീരുമാനിക്കുക ആര് ജയിക്കണം വേണ്ടെന്നുള്ളത്. അത് ഇന്ത്യ രാജ്യത്തിന്റെ ആ ഒരു സംവിധാനം അങ്ങനെയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തിരിച്ചറിവ് നമ്മളുണ്ടായി, നമുക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ, കുറച്ചൊക്കെ നമുക്കൊരു ആശ്വാസം നൽകുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രജ്ഞനാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ആ തന്ത്രം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്മരിക്കപ്പെടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നമുക്ക് എപ്പോഴുണ്ടാവണം, ഹസ്ബുനല്ലാഹ്, അല്ലാഹ് നമുക്ക് മതിയായവനാണ്. ഇനി നമ്മളെല്ലാം അങ്ങോട്ട് ഏൽപ്പിക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ കടമ കഴിഞ്ഞു എന്നല്ല, ഇനിയെല്ലാം എന്ത് ചെയ്തു, അവരെ ഏൽപ്പിച്ചു, ഇനി പ്രശ്നമൊന്നുമില്ല, നമ്മൾ കുറച്ച് എംപിമാരെ തെരഞ്ഞെടുത്ത് ഇനി അവർ നോക്കിക്കൊള്ളുന്നില്ല. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇനിയും അല്ലാഹുവാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു തന്നെയാണ് നമ്മളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടവൻ. അവൻ തന്നെയാണ് ഈ തന്ത്രങ്ങളൊക്കെ മെനയേണ്ടവൻ. എപ്പോൾ നമ്മൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചോ അന്നൊക്കെ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ വരമേൽപ്പിച്ച അവസരത്തിലാണ് ബാബരി മസ്ജിദിന്റെ തകർച്ചയുണ്ടായത്. നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം. എന്ത് ചെയ്തു, പൗരത്വ ബില്ലിനെതിരെ നമ്മൾ പ്രക്ഷോഭങ്ങളുമായി രാജ്യത്തിലേക്ക് ഇറങ്ങി, അല്ലേ? അപ്പോഴെന്തായി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ നിന്നു. എന്തൊക്കെയോ മാറ്റങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായി, ഇങ്ങനെ തട്ടിയത് പോകുകയാണ്. ഇപ്പൊ ഭരണം മാറി വരികയാണ്. ഇനി പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബില്ല് പാസ്സാക്കി എടുക്കാനും മറ്റൊന്നും കഴിയില്ല. കാരണം വർഗീയ ഭൂരിപക്ഷമല്ല. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലാഹു കൂടെയുണ്ടാകും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ തീക്കുണ്ടാരമാകുന്ന ചൂടിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ പോലും അത് ചൂടായി മറ്റുള്ളവർക്ക് അനുഭവിച്ചപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അതെന്തായിരുന്നു, തണുപ്പായിരുന്നു എന്നതുപോലെ. കാരണം എന്താ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശമായിരുന്നു അതിന് കാരണം. എന്ന് പറഞ്ഞാൽ ആദർശത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് അത് ചൂടായി തോന്നുമെങ്കിലും, ഇത് വലിയ കഠോരമായി തോന്നുമെങ്കിലും, ആ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആൾക്ക് അത് ആശ്വാസകരമായിരിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.